2026 ജനുവരി 27-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി യൂറോപ്യൻ യൂണിയനും തമ്മിലൊരു സുപ്രധാന കരാറിലേർപ്പെട്ടു. FTA, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. ഇത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളും തമ്മിൽ ഒരു ട്രേഡ് നടക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ താരിഫുകളും ഒന്നുകിൽ എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുകയോ ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് രണ്ടു തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഇന്ത്യയുടെ മാർക്കറ്റിനുണ്ടാക്കുന്നത്, നെഗറ്റീവും പോസിറ്റീവും. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ, ലെതർ ആൻഡ് ഫുഡ്വെയർ ഐറ്റംസുകൾ, ഗാർമെൻറ്റ് പ്രോഡക്റ്റുകൾ, ജെംസ് ആൻഡ് ജ്വല്ലറീസ് കൂടുതൽ അളവിൽ നമുക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നൊരു പോസിറ്റീവായിട്ടുള്ള വശം ഇതിനുണ്ട്. ഇതിൻ്റെ മറുവശം പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് വരും എന്നതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്. ഇത് ഇൻഡസ്ട്രികൾക്ക് മാത്രമേ നെഗറ്റീവ് സൈഡായിട്ട് മാറുന്നുള്ളൂ. ഓട്ടോമൊബൈൽ പ്രോഡക്റ്റുകളും EV പ്രോഡക്റ്റുകളെ സംബന്ധിച്ചും ആൽക്കഹോൾ പ്രോഡക്റ്റുകളെ സംബന്ധിച്ചൊക്കെയും ഇത് നെഗറ്റീവായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്ന ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റിൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആവും. ഇതിൻ്റെ ഷെയർ മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പാക്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം.